ഇന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ റിലേഷൻഷിപ്പിൽ ഞാൻ ഈയിടെയായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്, വിച്ച് മേക്സ് മീ മോർ പവർഫുൾ ആൻഡ് ഫീൽ സെക്യൂർ. ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നൊരു കാര്യമാണ്. വേറൊന്നുമല്ല, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇറ്റ്സ് ബെറ്റർ ടു സേ ഗുഡ് മോർണിംഗ് ഓർ ഗുഡ് നൈറ്റ് ടു യുവർ പാർട്ട്ണർ. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളൊരു ഗുഡ് മോർണിംഗോ ഗുഡ് നൈറ്റോ ഇടുന്നത് ഇറ്റ്സ് വെരി ഗ്രേറ്റ് തിങ് ഐ വുഡ് സേ. പ്ലസ് അതിൻ്റെ കൂടെ ഇഫ് യുവർ പാർട്ട്ണർ ഇസ് എന്താണോ ആ പേഴ്സൺ ലാക്ക് ചെയ്യുന്നത് അതും കൂടെ ചേർത്തൊരു ഗുഡ് മോർണിംഗ് ഇടുക. ഫോർ എക്സാമ്പിൾ, ഇഫ് യുവർ പാർട്ട്ണർ ഇസ് നോട്ട് വെൽ, യു ക്യാൻ സേ ഇറ്റ് ലൈക്ക് ഗുഡ് മോർണിംഗ് മൈ ഹെൽത്തി dash wife or husband or man or whatever pet name you call them. അങ്ങനെ ഇടാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണർ ഒരു സാഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെങ്കിൽ യു ക്യാൻ സേ ലൈക്ക് ഗുഡ് മോർണിംഗ് ഓർ ഗുഡ് നൈറ്റ് മൈ സ്ട്രോങ് ഹെൽത്തി മാൻ ഓർ ഹെൽത്തി വൈഫി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇടാം. സോ ഇത് കാണുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഈവൻ ദോ അവർ ഹെൽത്തി അല്ലെങ്കിൽ അവരൊരു പനിയിലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ പോവുകയാണെങ്കിലും ഇത് കാണുമ്പോൾ അവർക്ക് സബ് കോൺഷ്യസ്ലി അവർക്കൊരു തോന്നൽ വരും ദേ ആർ സ്ട്രോങ് എന്നുള്ളത്. അതും നമ്മുടെ പാർട്ട്ണർ തന്നെ നമ്മളോട് പറയുമ്പോൾ അത് വേറൊരു ഫീലാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ ലൈഫിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. സോ ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ്. ആൻഡ് ഇഫ് യുവർ പാർട്ട്ണർ ഇസ് ഗോയിങ് ത്രൂ എ ഫിനാൻഷ്യൽ ഇഷ്യൂ, സേ ദം ഗുഡ് മോർണിംഗ് മൈ റിച്ച് dash something like that. സോ ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഒരു ബെറ്റർ സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കും തോന്നട്ടെ.